PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തു പോകുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു 10th പ്രിലിംസ് പാസ്സാവാൻ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊക്കെയായിരുന്നു അത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണെന്ന്? ഒന്ന്, സിലബസ് അടിസ്ഥാനത്തിലുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് ഫുൾ സിലബസിനെ കവർ ചെയ്തുകൊണ്ട് പഠിക്കുക. 2, SCERT പാഠപുസ്തകങ്ങൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും പാഠപുസ്തകങ്ങൾ പഠിക്കുക. അതിൽ 5, 7, 9 എന്നീ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം, നിലവിലിപ്പോൾ ഉള്ള മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങൾ ഇതൊക്കെയാണ്. 5, 7, 9 പാഠപുസ്തകങ്ങളാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും പഠിക്കണം, മാറിയതും പഠിക്കണം, നേരത്തെ ഉണ്ടായിരുന്നതും പഠിക്കണം. കാരണം ചോദ്യകർത്താവ് എവിടെ നിന്നാണ് ചോദ്യം ഇടുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 2 പാഠപുസ്തകങ്ങൾ SCERTയുടെ സോഷ്യൽ സയൻസിൻ്റെയും പഠിക്കണം. മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കണോ, അല്ലെങ്കിൽ മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കണോ? വേണ്ട. 10th പ്രിലിംസിൻ്റെ സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന ടോപ്പിക് അടങ്ങുന്ന ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്ന് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുകൂടാതെ എന്തുകൂടി പഠിക്കണം? 2023ലെയും 2024ലെയും മുൻവർഷ ചോദ്യപേപ്പറുകളാണ് പഠിക്കേണ്ടത്. അതായത് ഏതൊക്കെ മുൻവർഷ ചോദ്യപേപ്പറുകൾ 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന PSC നടത്തിയിട്ടുള്ള 2023, 2024ലെയും മുൻവർഷ ചോദ്യപേപ്പറുകൾ പഠിക്കണം. ഈ മുൻവർഷ ചോദ്യപേപ്പറെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. 2024, 2023 മുൻവർഷ ചോദ്യപേപ്പറുകളും അടങ്ങിയിട്ടുള്ള സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ SCERT പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി SCERTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നോക്കി പഠിച്ചിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം 10th പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി. 10th പ്രിലിംസിൻ്റെ കൂടാതെ LGS, LP സ്കൂൾ അസിസ്റ്റൻറ്റ്, NCA കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതിയേ. അപ്പോൾ 10th പ്രിലിംസിന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പോൾ ടൈം ടേബിൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതായിരുന്നു 29/10/2024 മുതലാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകൾ ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ, അതായത് പുതിയ ടൈം ടേബിൾ വന്നേക്കാണ് 29/11/2024. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ പതാക, ദേശീയ ചിഹ്നം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നാളത്തെ ക്ലാസ്സിൽ പണ്ഡിറ്റ് KP കറുപ്പൻ, അത് കഴിഞ്ഞ് ശബ്ദം എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം ദേശീയ പതാകയും ദേശീയ ചിഹ്നവും. അപ്പോൾ എന്തൊക്കെയാണ് ദേശീയ പതാകയെക്കുറിച്ചും ദേശീയ ചിഹ്നത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് പഠിക്കാം. ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് അംഗീകരിച്ചത്? പറഞ്ഞേ. 1947 ജൂലൈ 22-ാം തീയതിയാണ് ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. എന്നാണ്? 1947 ജൂലൈ 22-ാം തീയതിയാണ്. ഇനി ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ദേശീയ പതാകയുടെ ശില്പി എന്ന് ഇതിനു മുമ്പ് നടന്ന 10th പ്രിലിംസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ആരാണ്? പിംഗലി വെങ്കയ്യാണ്. ആരാണ്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി എന്ന് പറഞ്ഞത്. ആരാണ്? പിംഗലി വെങ്കയ്യ. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ. ദേശീയ പതാകയുടെ ശില്പിയായിട്ടുള്ള പിംഗലി വെങ്കയ്യയുടെ ജന്മസ്ഥലം ഏതെന്ന് 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇനി ഈ ഒരു ദേശീയ പതാകയുടെ നിറങ്ങൾ, അതായത് കുങ്കുമം, വെള്ള, പച്ച എന്ന നിറങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ദേശീയ പതാക അല്ലേ. ആ നിറങ്ങൾക്കും അശോക ചക്രം എന്നിവയ്ക്ക് നിർവചനം നൽകിയത് ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ് അശോക ചക്രത്തിനും നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും നിർവചനങ്ങൾ നൽകിയത്. ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നാവിക നീലയാണ് അല്ലേ. നാവിക നീലയാണ് അശോക ചക്രത്തിൻ്റെ നിറമെന്ന് പറയുന്നത്. ഇനി അശോക ചക്രത്തിന് എത്ര കാലുകളാണുള്ളത്? ഇതും 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് 10th പ്രിലിംസിൽ എത്രയാണ്? 24 കാലുകളാണ്. എത്രയാണ്?
24 കാലുകളാണ്. ഇനി നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി ചോദിക്കുവാണെങ്കിൽ ഏതാണ്? എന്താകൃതിയാണ് ദേശീയ പതാകയ്ക്കുള്ളത്? ദീർഘചതുരാകൃതിയാണ് അല്ലേ? എന്താകൃതിയാണ്? ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയ്ക്ക് ഉള്ളത്. ഇനി ഏത് വസ്തു കൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്? ഖാദി കൈത്തറി തുണിത്തരങ്ങൾ കൊണ്ടാണ് ഈ ഒരു നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത്. എന്താണ്? ഖാദി കൈത്തറി തുണിത്തരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത്. ആർക്കാണ് ദേശീയ പതാക നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്? ആർക്കാണ്? KKGSSനാണ് കേട്ടോ. എന്താ KKGSSൻ്റെ ഫുൾ ഫോം? കർണാടക ഗാന്ധി ഗ്രാമോദയ സംയുക്ത സംഘം. കർണാടക ഗാന്ധി ഗ്രാമോദയ സംയുക്ത സംഘം എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കാണ് എന്താണ് കൈത്തറി കൊണ്ടും ഖാദി കൊണ്ടും തുണി ഉപയോഗിച്ച് ദേശീയ പതാക നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാൻ വിതരണം ചെയ്യാനുള്ള അധികാരമുള്ള ഇന്ത്യയിലെ ഏക യൂണിറ്റാണ് ഏത്? KKGSS. 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് ഈ KKGSSൽ നിർമ്മിക്കപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ എന്താണ് ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 എന്നാണ്? 1947 ജൂലൈ 22-ാം തീയതിയാണ്. ആരാണ് ദേശീയ പതാകയുടെ ശില്പി എന്ന് പറയുന്നത്? എന്നോടൊപ്പം ആരാ? പിംഗലി വെങ്കയ്യ. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഈ ദേശീയ പതാകയുടെ നിറങ്ങളായിട്ടുള്ള കുങ്കുമം, വെള്ള, പച്ച എന്നിവയെക്കുറിച്ചും അശോക ചക്രത്തെക്കുറിച്ചും ഒരു കൃത്യമായ നിർവചനം നൽകിയ വ്യക്തി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നാവിക നീല. എന്താണ്? നാവിക നീലയാണ്. 24 കാലുകളാണ് ഈ ഒരു അശോക ചക്രത്തിന് ഉള്ളത്. ഈ ഒരു ദേശീയ പതാകയുടെ ആകൃതി ചോദിക്കുകയാണെങ്കിൽ ദീർഘചതുരാകൃതിയാണ്. ഖാദി കൈത്തറി തുണിത്തരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ പതാക നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അധികാരമുള്ള ഇന്ത്യയിലെ ഏക യൂണിറ്റ് ഏതാണ്? KKGSS ആണ്. കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘമാണ്. 9 വ്യത്യസ്ത അളവുകളിലാണ് ഇവർ ഈ ഒരു പതാക നിർമ്മിക്കുന്നത് കേട്ടോ. 1931 മുതൽ 47 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അശോക ചക്രമായിരുന്നോ? അല്ല, ചർക്കയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് അശോക ചക്രമായിട്ട് മാറ്റം വരുത്തുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി 1947 റിപ്പബ്ലിക് ദിനത്തിന് ആരാണ് പതാക ഉയർത്തുന്നത്? റിപ്പബ്ലിക് ദിനത്തിന് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്? രാഷ്ട്രപതിയാണ് കേട്ടോ. റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. എവിടെ വെച്ച്? രാജ്പഥിൽ വെച്ചിട്ടാണ് കേട്ടോ. രാജ്പഥിൽ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ ബഹുമാന്യമായിട്ടുള്ള രാഷ്ട്രപതി ആയിരിക്കും നമ്മുടെ ദേശീയ പതാക ഉയർത്തുക. ഇനി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കും. മാറിപ്പോകരുത് കേട്ടോ. പതാക അതായത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ആയിരിക്കും പതാക ഉയർത്തുന്നത്, രാജ്പഥിൽ വെച്ചിട്ടായിരിക്കും ഉയർത്തുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കും പതാക ഉയർത്തുന്നത്, ചെങ്കോട്ടയിൽ വെച്ചിട്ടായിരിക്കും പതാക ഉയർത്തുന്നത് കേട്ടോ. അപ്പോൾ നെഹ്റു 1947 ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയുണ്ടായി. ഇനി നമ്മുടെ ദേശീയ പതാക ബഹിരാകാശത്ത് എത്തിച്ചത് ഏത് വാഹനത്തിലാണെന്ന്? അപ്പോളോയിലാണ് കേട്ടോ. അപ്പോളോ 15-ലാണ് പതാക ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോളോയിലാണ് എത്തിച്ചത്. 1971-ലാണ് കേട്ടോ ദേശീയ പതാക ബഹിരാകാശത്ത് എത്തുന്നത്. പതാക നിയമം കൊണ്ടുവന്നത്, അത് പതാക നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന്, അതായത് 2002 ജനുവരി 26-ാം തീയതിയാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വരുന്നത് കേട്ടോ. പതാക നിയമം എന്തിനു വേണ്ടി വന്നേ? പൗരന്മാരിൽ പതാകയുടെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പതാക നിയമം വന്നത്. പതാക നിയമം കൊണ്ടുവന്ന ഇത് PD ഷേണായി ആണ് കേട്ടോ. പതാക നിയമം കൊണ്ടുവന്ന ആരാണ്? PD ഷേണായി ആണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ പതാക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉയർത്തി. റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് പതാക ഉയർത്തുന്നത്? രാഷ്ട്രപതിയാണ്. എവിടെ വെച്ച്? രാജ്പഥിൽ. സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഈ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. ചെങ്കോട്ടയെ വെച്ചിട്ടായിരിക്കും. പതാക ബഹിരാകാശത്ത് എത്തിച്ചത് അപ്പോളോയിലാണ് 1971. പതാക നിയമം കൊണ്ടുവന്നത് 2002 ജനുവരി 26-ാം തീയതിയാണ്. എന്തിനു വേണ്ടിയാണ് പതാക നിയമം കൊണ്ടുവന്നത്? പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പതാക നിയമം കൊണ്ടുവന്ന ആരാണ്? PD ഷേണായി ആണെന്ന് കൂടി ഓർക്കുക. ഇന്ത്യയുടെ ദേശീയ പതാക ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പതാക ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണെന്ന് കൂടി ഓർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാകയിൽ പ്രധാനമായും 3 നിറങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാത്? കുങ്കുമം,
അതുപോലെ തന്നെ വെള്ള, പച്ച, ഇതിനൊക്കെ ഒരു നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്? മുകളിൽ കുങ്കുമ നിറം, മധ്യത്തിൽ വെള്ള നിറം, താഴെ പച്ച നിറം. ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അറിയാം. എന്നാലും ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. മധ്യത്തിൽ വെള്ള നിറത്തിലാണ് നമ്മുടെ അശോക ചക്രം വരുന്നത്. 24 അരക്കാലുകളാണ് അതിന് വരുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ് കേട്ടോ. നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് എന്താണ്? 3:2 ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:1 ആണ്. അങ്ങനെയാണെങ്കിൽ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിക്കുവാണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ. 2:3 ആണ്. മാറിപ്പോവരുത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇതിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്താണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും എന്താണ്? നീളവും അതുപോലെ തന്നെ വീതിയും തമ്മിലുള്ള അനുപാതം ചോദിക്കുവാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ചോദിക്കുവാണെങ്കിൽ അത് 3:2 ആയിരിക്കും കേട്ടോ. മറക്കരുത്. എന്താണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? അത് 3:2 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വീതിയും നീളവും നേരെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നതെങ്കിൽ, വീതിയും നീളവുമാണ് ചോദിക്കുന്നതെങ്കിലോ അത് 2:3 ആയിരിക്കും കേട്ടോ. 2:3 ആയിരിക്കും. അപ്പോൾ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ദേശീയ പതാകയുടെ ചോദിക്കുന്നതെങ്കിൽ 3:2ഉം വീതിയും നീളവും തമ്മിലുള്ള അനുപാതമാണ് ചോദിക്കുന്നതെങ്കിൽ 2:3 ആയിരിക്കും കേട്ടോ. മാറിപ്പോകാതെ നിങ്ങൾ അത് ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അതിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ. മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നോടെ പറയുന്നു, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. അതുപോലെ തന്നെ വീതിയും നീളവും തമ്മിലാണെങ്കിൽ 2:3 അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ദേശീയ പതാകയുടെ മധ്യത്തിൽ എന്ത് കാണപ്പെടുന്നു? അശോക ചക്രമുണ്ടല്ലേ. അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ്. 24 അരക്കാലുകളാണ് അതിനുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് കേട്ടോ. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. 1947 ജൂലൈ 22 ഭരണഘടന നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് കേട്ടോ. ഭരണഘടന നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാണ്? 1947 ജൂലൈ 22 അത് മറന്നു പോകാതെ ഓർത്തിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ദേശീയ പതാകയിൽ 3 കളറുകളുണ്ട്. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. അതിൽ ഓരോ നിറങ്ങളും എന്തിനെയാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കുങ്കുമ നിറം ധീരതയും ത്യാഗത്തെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെളുപ്പ് നിറം സമാധാനത്തെയും സത്യത്തെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പച്ച നിറം വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ശൗര്യത്തിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? കുങ്കുമം ധീരതയും ത്യാഗത്തെയും, വെളുപ്പ് സമാധാനത്തെയും സത്യത്തെയും, പച്ച വിശ്വാസത്തെയും ശൗര്യത്തിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പതാകയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. അടുത്ത് നമുക്ക് ദേശീയ ചിഹ്നത്തെക്കുറിച്ച് പഠിക്കാം അല്ലേ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം ആണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അശോക സ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, അല്ലെങ്കിൽ സിംഹമുദ്ര എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇത് കടം കൊണ്ടിരിക്കുന്നത് സാരാനാഥിലെ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹസ്തംഭത്തിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം കടമെടുത്തിരിക്കുന്നത്? സാരാനാഥിലെ അശോക ചക്രവർത്തി നിർമ്മിച്ച സിംഹസ്തംഭത്തിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ യഥാർത്ഥ അശോക സ്തംഭം 4 സിംഹങ്ങൾ പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ അശോക സ്തംഭം? സാരാനാഥിലാണെന്ന് പറഞ്ഞു. സാരാനാഥ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത്, അതായത് ഈ ഒരു നമ്മുടെ ആ ഒരു ചിഹ്നത്തിൽ, അശോക സ്തംഭത്തിൽ ഏതൊക്കെ മൃഗങ്ങളാണ് ഉള്ളത്? സിംഹം, കാള, കുതിര, ആന. ഇതിനകത്ത് ഏതൊക്കെയാണുള്ളത്? സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട് കേട്ടോ.
ഇതിൽ ഈ ഒരു ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ്? സത്യമേവ ജയതേ. എന്താണ്? സത്യമേവ ജയതേ എന്നാണ് ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്നുകൂടി ഓർക്കുക. എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം? സത്യമേവ ജയതേ എന്നാണ് കേട്ടോ. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്തായിരുന്നു? സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു കൂടി. അപ്പോൾ നമ്മുടെ അതായത് ഈ ഒരു മുദ്ര, നമ്മുടെ ദേശീയ ചിഹ്നം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ മാതൃകയിൽ 3 സിംഹങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ മാതൃകയിൽ എത്ര സിംഹങ്ങളെ കാണാം നമുക്ക്? 3 സിംഹങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. പുറം തിരിഞ്ഞ് നിൽക്കുന്ന സിംഹം ദൃശ്യമല്ല. അപ്പോൾ 4 സിംഹങ്ങളുണ്ട് ഇതിനകത്ത്, പക്ഷേ ഒരു സിംഹം പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ദൃശ്യമല്ല. സിംഹങ്ങൾക്ക് താഴെയായി ഇടതുഭാഗത്ത് കുതിരയുടെയും വലതുഭാഗത്ത് കാളയുടെയും രൂപങ്ങളുണ്ട്. അവയ്ക്കിടയിൽ അശോക ചക്രവുമുണ്ട്. ഇതിന് ചുവട്ടിലായി സത്യമേവ ജയതേ എന്നൊരു വാക്യം കൂടി എഴുതിയിരിക്കുന്നു. എന്തുകൂടി എഴുതിയിരിക്കുന്നു? സത്യമേവ ജയതേ എന്നൊരു വാക്യം കൂടി എഴുതിയിരിക്കുന്നു. ദേവനാഗരി ലിപിയിലാണ് കേട്ടോ സത്യമേവ ജയതേ എഴുതിയിരിക്കുന്നത്. ഏതാണ്? ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്യം കൊത്തിവച്ചിരിക്കുന്നത് കൂടി ഓർക്കുക. ഈ സത്യമേവ ജയതേ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ദേവനാഗരിയിൽ കൊത്തിവച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് പറയുന്ന ഈ വാക്ക് മുണ്ടോകോപനിഷത്തിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുണ്ടോകോപനിഷത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അർത്ഥം സത്യം മാത്രമേ ജയിക്കൂ. സത്യമേവ ജയതേ എന്ന വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? സത്യം മാത്രമേ ജയിക്കൂ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത്. പിന്നെ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നമായിട്ടുള്ള ഇത് അംഗീകരിക്കപ്പെട്ടത് എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ ചിഹ്നത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ളത്. അതുപോലെ 2005 ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. 2005 ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേശീയ ചിഹ്നത്തെക്കുറിച്ച് എന്തൊക്കെയാണ്? 1950 ജനുവരി 26-നാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ദീർബൽ പാർക്കിലാണ് ഈ സ്തംഭത്തിൽ നിന്നാണ് ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നാണ്. മുണ്ടോകോപനിഷത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. സത്യം മാത്രമേ ജയിക്കൂ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു. 2005 ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ ചിഹ്നത്തെക്കുറിച്ച് പഠിച്ചു. അതുകൂടാതെ എന്തൊന്ന് പഠിച്ചു? ദേശീയ പതാകയെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ ദേശീയ ഗാനവും ദേശീയ ഗീതമൊക്കെ ഇനി പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ദേശീയ ഗാനം പഠിക്കണം, ദേശീയ ഗീതമൊക്കെ നമുക്കിനി പഠിക്കാനായിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 10th പ്രിലിംസ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഓർഡറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുൻപത്തുള്ള ക്ലാസ് കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. 10th പ്രിലിംസിൻ്റെ മാത്രമല്ല LGS, LP, സ്കൂൾ അസിസ്റ്റൻറ്റ്, NCA, അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്കും ലഭ്യമാണ്.